കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വൈകിയെത്തിയ UDF അംഗത്തിന് വോട്ട് ചെയ്യാനായില്ല. മഞ്ചേശ്വരം ഡിവിഷൻ അംഗം ഇർഫാന ഇക്ബാലാണ് വൈകിയത്. വോട്ടവകാശം നിഷേധിച്ചതെന്ന് ആരോപിച്ച് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. 10:30 എത്തിച്ചേരേണ്ട അംഗം എത്തിച്ചേർന്നത് 6 മിനിറ്റ് വൈകിയാണ്. മഞ്ചേശ്വരം ഡിവിഷനിൽ നിന്ന് വിജയിച്ച UDF അംഗം ഇർഫാന ഇക്ബാൽ താമസിച്ചതിനെ തുടർന്നാണ് വോട്ട് ചെയ്യാനാവാതെ പുറത്തു നിൽക്കേണ്ടി വന്നത്. വോട്ടവകാശം നിഷേധിച്ചെന്നാരോപിച്ച് അംഗം മുട്ടുകുത്തി നിന്ന് പ്രതിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് വരണാധികാരിയായ കളക്ടറെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള UDF അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും വൈകിയെത്തിയത് ചട്ടലംഘനമാണെന്നും കളക്ടർ പ്രതിഷേധക്കാരെ ബോധ്യപ്പെടുത്തി. ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും കളക്ടർ ഏകപക്ഷീയമായി പെരുമാറുകയാണെന്നും ആരോപിച്ച് MLA ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. കളക്ടറുടെ വിവേചനാധികാരമെങ്കിലും 3 മിനിറ്റ് വൈകിയെത്തിയ മെമ്പറെ അകത്തേക്ക് പ്രവേശിക്കാമല്ലോ കളക്ടർക്ക്. അപ്പോൾ കളക്ടർ ഇപ്പോൾ ഭരണപക്ഷത്തിന് കൂട്ടുനിന്നുകൊണ്ട് ഏറ്റവും വലിയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ജനാധിപത്യ ധ്വംസനമാണ് നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സാബു എബ്രഹാം വിജയിച്ചു. 7-നെതിരെ 9 വോട്ടുകൾക്കാണ് സാബു എബ്രഹാം തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.